ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സജൻ എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് സജൻ. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഭാര്യ എന്നേക്കാൾ 3 വയസ്സിന് ഇളയതാണ്. ഞങ്ങൾക്കൊരു കുട്ടിയുമുണ്ട്. സന്തുഷ്ടകരമായ ഒരു വിവാഹ ജീവിതം എന്ന് പറയാം. എന്നാൽ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതം പോലെയാണോ എൻ്റെ ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇത്തിരി വൃത്തിയും അടുക്കും ചിട്ടയുമൊക്കെ കൂടുതലാണ്. ഒരു പുരുഷൻ സ്ത്രീ അലിഞ്ഞ് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ പക്കൽ നിന്നും അങ്ങനെ സ്വഭാവമില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് അവൾ ഒരു സ്ത്രീയല്ലേ, എൻ്റെ ഭാര്യയല്ലേ. സ്ത്രീയെ എപ്പോഴും നമ്മുടെ കൂടെ വിജയിപ്പിച്ച് നിർത്തേണ്ടത് നമ്മുടെ കടമയല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അവൾക്ക് വേണ്ടി 3-4 മണിക്കൂർ എൻ്റെ സ്നേഹം ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു. അവൾ അതെല്ലാം ആസ്വദിക്കും. എന്നിട്ട് നിനക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളൊന്നും മിണ്ടില്ല. ഇങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല, എനിക്ക് നാണമാണ്, അങ്ങനെയൊന്നും ചോദിക്കില്ലേ എന്നൊക്കെ പറയും. ഞാൻ ഓർക്കും, ഇത്രയും കുലസ്ത്രീയായ ഒന്നും അറിയാത്ത ഈ ഒരു പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യം. പക്ഷേ എത്ര എക്സ്പീരിയൻസുകൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടും അവൾക്ക് നാണവും അത്തരം ചോദ്യങ്ങളുള്ള വിമുഖതയും ഒന്നും മാറിയില്ല, ഒന്നും തുറന്നു പറയില്ല. അത് മാത്രമല്ല മാഡം, അവൾക്ക് ലൈറ്റൊക്കെ ഒട്ടും ഇഷ്ടമല്ല. എല്ലാം ഇരുട്ടത്താണ്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവ് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം എൻ്റെ ഭാര്യയെ പൂർണ്ണമായി എനിക്കൊന്ന് സംതൃപ്തിയോടുകൂടി ദർശിക്കാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പകൽ സമയത്തൊക്കെയാണെങ്കിലും അവൾ പറയും വേണ്ടാന്ന്. അതുകൊണ്ട് തന്നെ എല്ലാം ഞാനങ്ങ് അഡ്ജസ്റ്റഡായി. പിന്നെ അവൾക്ക് ഇങ്ങോട്ട് തിരിച്ച് യാതൊരു റെസ്പോൺസുമില്ല. ഞാൻ ചിലപ്പോൾ അവളുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക്, മകളെ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ, സ്നേഹിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നീ കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കരണ്ടിൽ ഷോക്ക് അടിച്ചതുപോലെ കൈവലിക്കും. എന്നിട്ട് പറയും, ഇതൊന്നും എനിക്കിഷ്ടമല്ല, ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ നിർബന്ധിക്കരുത്, ഇതൊന്നും വൃത്തിയുടെ ഭാഗമല്ലെന്ന്. അപ്പോൾ ഞാൻ പറയും, എടി നിനക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അക്കമിട്ട് ഞാൻ പറയുമ്പോൾ പറയും, അത് ആണുങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണ്, അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൊതിയാണ്, അത് നിങ്ങൾ കൊതി തീർക്കാൻ വേണ്ടി എൻ്റെ മേൽ പ്രയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. ആണുങ്ങൾക്ക് എന്തുമാകാം, പക്ഷേ നല്ല സ്ത്രീകളൊന്നും തിരിച്ച് അനാവശ്യമായ ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടില്ല എന്നൊക്കെ പറയും. ഞാൻ പറയും, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിനും ഒരു അതിർവരമ്പില്ലെന്ന്. അപ്പോൾ പറയും, അതൊക്കെയുണ്ട്, നല്ല സ്ത്രീകൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, നിങ്ങൾ പുരുഷന്മാർക്ക് ആക്രാന്തവും ആവശ്യമില്ലാത്ത കടമ്പകൾ ചാടിക്കടക്കുക എന്നുള്ളത് ജന്മസ്വഭാവമാണ് എന്ന് പറയും മാഡം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം ഭാഗ്യമുണ്ട്. എൻ്റെ ആവശ്യങ്ങളുമായി ചെല്ലുമ്പോൾ അത് നിരാകരിക്കില്ല. പക്ഷേ ഞാൻ പറയുന്ന മറ്റു കാര്യങ്ങൾ ഒന്നും അനുസരിക്കില്ല. എന്നാൽ മാമുണ്ണാൻ പൂത്താലം തേടുമ്പോൾ അത് എപ്പോഴും എനിക്ക് തരിക എന്നുള്ളത് അവൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വിശപ്പടക്കി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ ജീവിതം സംതൃപ്തകരമായ ജീവിതമാണെന്ന് പറഞ്ഞത്. പിന്നീട് ഞാൻ അവളോട് ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പോയിട്ടില്ല. കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടും അവൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്നും ഈ കാര്യങ്ങൾ പറയാറില്ല. അവരൊക്കെ വന്ന് അവരുടെ ഭാര്യമാരുമായുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ വല്ലാത്ത രീതിയിൽ നമ്മളെ ഹരം കൊള്ളിക്കുന്ന രീതിയിലൊക്കെ പറയും. ആ സമയത്തൊക്കെ എനിക്കൊരു കഥയും തിരിച്ചു പറയാനില്ല. പക്ഷെ ഞാൻ പറയും, എൻ്റെ ദാമ്പത്യ ജീവിതവും അടിപൊളിയാണ്, കഥ പോലും എനിക്ക് പറയാൻ അറിയില്ലെന്ന്. ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് വർണ്ണിച്ച് പറയാൻ പോലും നോക്കിയിട്ട് ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല. എന്നാലോ മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടാക്കാൻ എനിക്ക് ധൈര്യവുമില്ല. അവന്മാർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ലൈനും മറ്റു പല സംഗതികളും ഉണ്ട്. എനിക്കാണെങ്കിൽ അതിനും പറ്റില്ല. വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ആങ്സൈറ്റി കൊണ്ട് ഒന്നും നടക്കുന്നു തോന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ആണുങ്ങൾക്കിടയിലെ ഇത്തിരി ടെൻഷൻ പാർട്ടിയാണ് ഞാൻ. എല്ലാവരെയും പോലെ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റുകൾ എനിക്ക് വളരെ കുറവാണ്, പേടിയുമാണ് മാഡം. അതുകൊണ്ട് തന്നെ ഉള്ളത് ഓണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. കുലസ്ത്രീയായി കുലുക്കി കുത്തിക്കൊണ്ടിരുന്ന എൻ്റെ ഭാര്യയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഏകദേശം 8 മാസം മുമ്പാണ്. അവരുടെ സ്കൂളിൽ പണ്ടെല്ലാവരും കൂടി ഒന്നിച്ച് പഠിച്ചവർ ചേർന്ന് ഒരു യോഗം കൂടുകയാണ്. അവരെല്ലാവരും കൂടി റീയൂണിയന്. അപ്പോൾ എന്നോട് ചോദിച്ചു പോകട്ടെ എന്ന്. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ അകലെയാണ്. ഞാൻ പറഞ്ഞു പോകുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കാണാൻ വേണ്ടി പോയി. ഫേസ്ബുക്കിലും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ രൂപീകരിച്ച് ഭയങ്കര ആക്റ്റീവായി. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടൂറുമൊക്കെ പോയി. കുട്ടിയെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവൾക്ക് എന്തെന്നില്ലാത്ത ഉത്സാഹമായിരുന്നു. എല്ലാവരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും വളരെ സന്തോഷിച്ചു. രാവിലെ ഞാനങ്ങ് ജോലിക്ക് പോകുമല്ലോ, ഇവളുടെ കാര്യത്തിന് പോവുകയും ചെയ്യും. എൻ്റെ അമ്മയാണെങ്കിൽ കുഞ്ഞിനെ നോക്കുകയും ചെയ്യും. പിന്നെ അവൾക്കെന്താ
ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞും എൻ്റെ അമ്മയും മാത്രമേ അവിടെ ഉള്ളൂ. അവളെ കണ്ടില്ല. ഞാൻ ചോദിച്ചു അവളെവിടെയെന്ന്. അമ്മ പറഞ്ഞു, എടാ ഇപ്പം അവളുടെ കൂടെ പഠിച്ചാണെന്ന് പറഞ്ഞിട്ട് രണ്ടാണുങ്ങൾ വന്ന് അവളെ ദേ കാറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോയി. അവരുടെ കൂടെയുള്ള ആരുടെയോ താമസം മാറ്റമാണത്രേ. അവർക്ക് ഫ്രിഡ്ജോ മറ്റോ സെലക്ട് ചെയ്യണം, അതിനുവേണ്ടി പോയതാണ് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഞാൻ ഫ്രഷായി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചായ എടുത്ത് വെച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെടാ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇവൾക്ക് ഈ റീയൂണിയനിൽ പോയി കഴിഞ്ഞതിൽ പിന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ അമ്മേന്ന്? എടാ നീ എങ്ങോട്ട് പോകുമ്പോഴില്ലേ ഇവൾ പിന്നെ ഭയങ്കരമായിട്ട് ഫോൺ സംഭാഷണമാണ്. അവളുടെ മുറിയിൽ നിന്ന് 24 മണിക്കൂറും ചിരിയും കളിയും തമാശകളുമൊക്കെയാണ്. ഒത്തിരി പേരെ ഇവൾ വിളിക്കുന്നുണ്ട്. നീ വരുമ്പോൾ അത് സഡൻ നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നീ വരുമ്പോൾ അവരെ വിളിക്കേണ്ടതല്ലേ. പക്ഷേ നീ വന്നു കഴിയുമ്പോൾ പിന്നെ ആരെയും ഫോൺ വിളിക്കില്ല. ആ സമയത്ത് നല്ലവളാണ്. അത് പിന്നമ്മേ അവരൊത്തിരി കാലം കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒന്നു ചേർന്നല്ലേ, പഴയ കാലങ്ങളൊക്കെ ഓർമ്മിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ശരിയാണ്, ഞാനും കോളേജിലൊക്കെ പഠിച്ച സ്ത്രീയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് മറ്റു പുരുഷന്മാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് ശരിയാണെന്ന്. അമ്മ എന്താ കണ്ടതെന്ന്? ഞാൻ എടാ കണ്ടു, ഏതോ ഒരുത്തനാണ്, അവന് ഫോൺ വിളിക്കുകയാണ്. അതും വീഡിയോ കോളാണ്, വാട്സാപ്പ് കോളാണെന്ന് തോന്നുന്നു. ഇവളാണെങ്കിൽ മൊബൈൽ ജനലിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ചാരി. എന്നിട്ട് അവനെ ഇവൾ കാണിക്കുകയാണ്. എന്ത് കാണിക്കുകയാണമ്മേ? ചെന്തെങ്കിൻ്റെ കരിക്ക്. അവന് കാര്യം മനസ്സിലായില്ലേ? ഇവള് ഇങ്ങനെ അവനെ പ്രദർശിപ്പിച്ചിട്ട് ചോദിക്കണം, എങ്ങനെയുണ്ട്, കൊള്ളാമോ, നിനക്ക് ഇഷ്ടപ്പെട്ടോടാ, അതോ ഓഹരി ഗുണനിലവാരം പ്രസവശേഷം ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ടോടാ, അതോ ഇപ്പോഴും പഴയതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തന നിരതമാണോടാ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവനെന്തോ പറയുന്നുണ്ട്. അവൻ പറഞ്ഞത് എനിക്ക് കേൾക്കില്ല, പക്ഷേ ഇവൾ കൊഞ്ചിക്കൊഴയും പറയുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കാം. ഞാൻ കണ്ടതുമാണെന്ന്. അമ്മേ, ഞങ്ങളുടെ ദാമ്പത്യബന്ധം തകരാറിലാക്കുന്ന കാര്യം അമ്മ പറയരുതെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ശരി, ഇത്ര നാളായിട്ടും അവളുടെ ഏതെങ്കിലും കുറ്റം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ കണ്ടതുകൊണ്ടാണ്. നീ വിശ്വസിക്കേണ്ട. അവളുടെ മൊബൈലും മറ്റു കാര്യങ്ങളുമൊക്കെ നീ ഒന്ന് നിരീക്ഷിക്കുക. അത് കഴിഞ്ഞ ശേഷം തെളിവ് കിട്ടുകയാണെങ്കിൽ മാത്രം അമ്മ പറഞ്ഞത് മനസ്സിൽ വെച്ച് നീ പെരുമാറുക. നീ ഒരു പാവമാണ്. നിനക്ക് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഒരു പെണ്ണിനെ കിട്ടിയത്. സാധാരണ ഏതൊരാണാണെങ്കിലും പെണ്ണുങ്ങളെ തേടി കണ്ടുപിടിക്കും. അതിനുള്ള മിടുക്ക് എൻ്റെ മോനിൽ നിന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവൾ പറന്നു പോയി കഴിഞ്ഞാൽ നീ ദുഃഖിക്കേണ്ടി വരും. അവസാനം നിനക്ക് ആരുമില്ലാതാകും. അതിനു മുമ്പ് ഇവളെ നിയന്ത്രിക്കുന്നതാണ് നല്ലത്. ഇത് അമ്മയുടെ വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അമ്മ ചവിട്ടിത്തുള്ളി കുലുക്കിപ്പോയി. എൻ്റെ അമ്മ അങ്ങനെയൊന്നും എന്നെ വിമർശിക്കാൻ വരാറില്ല. പക്ഷെ പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യമുണ്ട്. അമ്മ അത്രയ്ക്ക് വിവരമുള്ളൊരു സ്ത്രീയാണ്. അന്ന് തൊട്ട് ഇവളെ പിണക്കാതെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. കാര്യം പിണക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇവളോട് പലപ്പോഴും ഞാൻ ഈ ഒരു കൂട്ടായ്മയുടെയും ഗാദറിങ്ങിൻ്റെയും ആണുങ്ങളുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഷോ എൻ്റെ സഹോദരന്മാരാണ്. പഠിക്കുമ്പോഴേ അവർ പറയുമായിരുന്നു, ഞങ്ങൾക്ക് പെങ്ങളില്ല, അതുകൊണ്ടാണ് നീ ഞങ്ങളുടെ നേർപ്പെങ്ങളായെന്ന്. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല ഏട്ടാ, ഞങ്ങൾ ശരിക്കും ആങ്ങളമാരും പെങ്ങന്മാരും പോലായിരുന്നു ആ ക്ലാസ്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലുള്ളവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ചിട്ടില്ലേ? ഒന്നോ രണ്ടോ പേരൊക്കെ, അതും കുടുംബത്തിൽ പിറക്കാത്ത ആൾക്കാരും. ഞങ്ങളങ്ങനെയല്ല, ശരിക്കും ആണുങ്ങളെയില്ലേ ബ്രദേഴ്സിനെ പോലെയാണ് കണ്ടത്. ഇപ്പം നോക്കൂ, എനിക്കാണെങ്കിൽ ഒരു പ്രേമം ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടുകാർ പറഞ്ഞ ആളെയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെയാണ് എൻ്റെ വീട്ടുകാരനെ വളർത്തിയത്. ചേട്ടൻ ഇന്ന് റിലാക്സ് ആകാൻ തോന്നില്ലേ? ഞാൻ റെഡിയാ ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ കിട്ടാനുള്ളതൂടെ കിട്ടാതെ പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഒന്നും പറയില്ല മാഡം. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം അമ്മ പിന്നെ എന്നെ വാൺ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവളുടെ മൊബൈൽ എടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ തുടങ്ങി മാഡം. ആദ്യത്തെ 4 വട്ടം നോക്കിയിട്ടും എനിക്കൊരു ഹിൻറ്റും കിട്ടിയില്ല. പിന്നീട് ഒരു ദിവസം അവൾ കുട്ടിയും കൊണ്ട് പുറത്തിരിക്കുമ്പോൾ വന്ന മെസ്സേജുകൾ ഞാനൊന്ന് എടുത്ത് നോക്കി. അപ്പോഴെനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അന്ന് അവളെ കാറിൽ കൊണ്ടുപോയ ഒരുത്തനാണ്. അവനാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്തത്. കുറേ മെസ്സേജ്. എന്തെടുക്കാം മോളൂ, അവിടെയുണ്ടോ? ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോയോടി, അതോ ഇന്നവന് അവധിയാണോ? ഇന്നെപ്പോഴാണ് മോള് വരുന്നത്? ബില്ല് കുലയ്ക്കാൻ എനിക്ക് മോഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറയാൻ പാടില്ലാത്ത തരം കുറേ മെസ്സേജുകൾ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും, എടി മോളു, നീ എന്താടി മെസ്സേജ് കണ്ടിട്ടും എന്നോട് മിണ്ടാത്തത്? പിണക്കമാണോ? ഇന്നലെ അങ്ങനെ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതോ നീ അരവിന്ദിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂടി? ഞാനും നിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നില്ലേ? എനിക്കുമില്ലേ മോളെ അവസരം? അവനേക്കാളൊക്കെ ബെറ്ററാണ് മോളെ. നീ കണ്ടിട്ടുള്ളതല്ലേ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ട്
ഒരു ചിത്രവും അത് കണ്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാര്യ ഞാൻ കാണുന്ന പോലല്ല. അവൾ എൻ്റെ മുന്നിൽ വെറുതെ അഭിനയിക്കുകയാണ്. ഇവളുടെ ഉള്ളിൽ ശരിക്കും ഭൂമി കുലുക്കുന്ന ഒരു വേതാളം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവൾ കെടാത്ത കനൽ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളമായി. ഹസ്ബൻഡ് ഇവിടെയുണ്ട്, ഇപ്പോഴെങ്കിലും മെസ്സേജ് അയക്കരുതേ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ഞാനത് മുഴുവനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ എന്താണ് പറയാമെന്നറിയില്ലല്ലോ. തൽക്കാലം അവളത് അറിയണ്ട. ഇനിയും കാര്യങ്ങൾ കാണും. കാര്യം അരവിന്ദ് എന്ന ഒരാളെക്കുറിച്ച് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പേ തന്നെ അരവിന്ദുമായിട്ട് എന്തോ കഴിഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞ് ഇവൻ വേവലാതിപ്പെട്ട് ഇവളുടെ പുറകെ നടക്കുകയാണ്. ഇവൾ ചില്ലറക്കാരിയല്ല, പക്ഷേ ഞാനും ചില്ലറക്കാരനല്ല. ഇനി ഇവളെ വെറുതെ വിട്ട് കാര്യമില്ല. ചോദിക്കുന്നില്ല, ബാക്കി തെളിവുകൾ കിട്ടട്ടെ. അതുകൊണ്ട് ഈ ഒരു ആപ്പിൻ്റെ വെബ് വേർഷൻ എൻ്റെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ അറിയാതെ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ എനിക്ക് ലാപ്ടോപ്പിലിരുന്ന് ഇതെല്ലാം കാണാം. ഇവളുടെ എല്ലാ നീക്കുപോക്കുകളും മെസ്സേജുകളും എനിക്ക് കിട്ടും. മാഡം, 2-3 ദിവസം കൊണ്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എൻ്റെ ഭാര്യ കുലസ്ത്രീയുമല്ല, ചില സ്ത്രീയുമല്ല. ഇവൾ ശരിക്കും ഒരലരാതെയാണ്. കാരണം അവന്മാരോട് 2 പേരോടും ചാറ്റ് ചെയ്യുന്നത് വളരെ വളരെ മോശമായിട്ടാണ്. അതിൽ അരവിന്ദിനോട് അവൾ ഹിസ്റ്ററി പറയുന്നുണ്ട്. എടാ, നീ കോളേജിലും +2 ഒക്കെ പഠിക്കുമ്പോഴില്ലേ എനിക്കും എൻ്റെ കൂട്ടുകാരികൾക്കും നിന്നെ അങ്ങ് കൊതിയായിരുന്നു. നീ ടൈറ്റ് പാൻറ്റും ടൈറ്റ് ഷർട്ട് ഇട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ സ്വപ്നം കാണുമായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും എന്താണെന്ന്. അവൾ പറയും, കുലച്ച വില്ലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന തേങ്ങാക്കുലകളും ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. ആക്ച്വലി ശാലിനോട് ഞാൻ പറയുമായിരുന്നു അവനെ കിട്ടുന്ന പെണ്ണ് ഭാഗ്യവതിയാണെന്ന്. അപ്പോൾ അവൻ തിരിച്ചു പറയും, ഇതൊന്നും എനിക്കറിയില്ലല്ലോ. നിങ്ങളെല്ലാവരും കൂടെ മാറിയിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? നീ എന്നെ ഇഷ്ടപ്പെടുന്നവരും എനിക്കറിയുകയില്ല. ഒരിക്കൽ പോലും നീ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ അങ്ങനൊന്നും പറയാൻ എനിക്കറിയില്ലായിരുന്നു. നീ ആണെങ്കിൽ അന്ന് നന്ദനയുടെ പുറകെല്ലായിരുന്നോ? അവളുടെ തലയും വലയും കണ്ട് നീ വലയിൽ വീഴാൻ നടക്കുകയില്ലായിരുന്നോ എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഏയ് അവൾ ഞങ്ങളോട് സ്വാതന്ത്ര്യത്തോട് മിണ്ടുമായിരുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത് വരുന്ന പെണ്ണുങ്ങളോടല്ലേ നമ്മൾക്ക് താല്പര്യം തോന്നുകയുള്ളൂ. നീയൊക്കെ ദൂരെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ അറിയാം കാര്യങ്ങൾ? പക്ഷേ ഞങ്ങൾ നിന്നെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും വലിയ നിനക്കായിരുന്നല്ലോ മോളെ എന്ന് പറയും. അപ്പോഴേക്കും എൻ്റെ ഭാര്യ, ഷോ അങ്ങനെയായിരുന്നോടാ, എനിക്കത് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഷോ എനിക്കറിയില്ലായിരുന്നു. എത്ര കാലം ഞാൻ ഓർത്തിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ കിഴങ്ങൻ ഭർത്താവ് അങ്ങർക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയമെല്ലാം വേസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ടടി അവൻ? ഓ, ഒരു കാശിനും കൊള്ളത്തില്ല. അങ്ങേർക്ക് അനാവശ്യമായ പല കാര്യങ്ങൾക്കും എന്നോട് നിർബന്ധിക്കാനേ സമയമുള്ളൂ. ആദ്യം തന്നെ ഞാനങ്ങ് തടയിട്ടിടാം. ഞാൻ പറഞ്ഞ് എനിക്ക് പറ്റില്ലെന്ന്. ഞാനങ്ങ് കുലസ്ത്രീ ചമഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് കോളാണ്. ആവശ്യമുള്ള സമയത്ത് വരുമ്പോൾ ഞാനങ്ങ് സമ്മതിക്കും. എനിക്കാണെങ്കിൽ യാതൊരു അധ്വാനവുമില്ല. പക്ഷേ അങ്ങേർക്ക് ഒരു ഗുണവുമില്ലടാ. പക്ഷെ നീ അങ്ങനെയല്ല. ഇപ്പോൾ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് മനസ്സിലായി ഗുണമുള്ളത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് വേണം വേണമെന്ന് ഞാൻ നിർബന്ധിച്ചത് അതുകൊണ്ടാണ്. അവസാനം നീ വന്ന് ഹോട്ടൽ റൂം എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ആഹ്ലാദമായിരുന്നു. എങ്ങനെയോ കൊച്ചിനെ അമ്മായിയമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഓടി വന്ന് നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എന്നിട്ട് നീ അന്നത്തെ കാലത്തിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞില്ലോന്ന്. എന്തിനാണ് ഞാൻ പറയുന്നത്? അന്ന് നിന്നെ ഞാൻ അഭിനന്ദിച്ച് നിനക്ക് ഓർമ്മയില്ലേ? അത് മാത്രമാണോടാ? കെട്ടിയപ്പോൾ തൊട്ട് എൻ്റെ ഭർത്താവിനെ നിർബന്ധിക്കുകയാണ്. പല വഴിക്ക് അയാൾ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ നിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? നീ ഒന്ന് ഓർത്ത് നോക്കൂ. അരമണിക്കൂർ എന്നെക്കൊണ്ടാവും വിധം ഞാൻ പാഠം നടത്തിയില്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ആ എക്സ്പീരിയൻസിൻ്റെ ചില കുറവുകളുണ്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അതൊക്കെ ശരിയായിക്കോളും, നീ ഇനിയും എന്നെ വിളിച്ചാൽ മതി. അപ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് ഞാൻ മാറിക്കോളും. നിനക്ക് മനസ്സിലായില്ലേ? എൻ്റെ ചെയ്തികളിൽ കൂടി അങ്ങനെയല്ലടാ മനസ്സിലാകേണ്ടത്, അല്ലാതെ ഫീഡ്ബാക്ക് പറയുകയാണോ? മോളെ, നീ ഇങ്ങനെ നാണിക്കരുത്. പച്ചയ്ക്ക് എന്നോട് പറയണം. നിനക്ക് അവിടെ വെച്ച് നാണൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ നീ എന്താ പറയാത്തത്? അതൊക്കെ ഒന്ന് ശരിയായി വരാൻ കുറേ കാലമെടുക്കും. എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിലും പറഞ്ഞ് ശീലിച്ചിട്ടില്ലല്ലോ. എല്ലാം ശരിയാകൂടാ. ഇനി എന്നാടാ നീ എന്നെ വിളിക്കുന്നത്? ഇപ്പോൾ 1 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പായില്ലേ? ഒരവസരമല്ലേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അവൻ പറയുകയാണ്, എടി നമ്മൾ ഇനിയും കാണും, ഉറപ്പാണ്. പക്ഷേ വിനു നിനക്ക് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ, അവനോട് നീ എന്തിനതൊക്കെ പറഞ്ഞത്? അവനാണെങ്കിൽ എപ്പോഴും അങ്ങ് മെസ്സേജാണ്, ഫോട്ടോയും ഇടും. എടി,
അവനില്ലേ കുറച്ചുകൂടി മിടുക്കനാണ്. നിനക്കറിയാമല്ലോ, ചിത്രങ്ങൾ കണ്ട് വീഡിയോ കണ്ടപ്പോഴേ നിനക്ക് മനസ്സിലായല്ലോ എന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്കറിയാം, എന്നാലും എടാ ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇത്തിരി പാടില്ലേ. എടി വീനു പണ്ട് തൊട്ടേ നിന്നോട് നല്ല ക്ലോസ് ആയിരുന്നല്ലോ. അന്നൊന്നും തോന്നിയില്ലെങ്കിലും ഇന്നവൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴല്ലേ നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞത്. അവൻ്റെ ഭാര്യയൊക്കെ വേസ്റ്റാണ്, എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ. നീയൊക്കെ ശരിക്കും പറഞ്ഞാൽ ദേവകന്യകളല്ലേടി. പ്ലീസ് ഇനിയിപ്പോൾ അവൻ വിളിക്കുന്നിടത്ത് ഒരു ദിവസം ഒന്ന് പോകൂ. എന്നിട്ട് എൻ്റെ പൊന്നുമോള് ആ ഫീഡ്ബാക്ക് എന്നോട് പറ. ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ കൂടെ എപ്പോഴും കാണുമടി. നീ വിചാരിക്കുന്ന പോലെ അവൻ നിസ്സാരക്കാരനല്ല. സൗന്ദര്യം ചിലപ്പോൾ എനിക്കാണെന്ന് ഞാനങ്ങ് വാദിച്ചാലും അവൻ അങ്ങനെയല്ലടി. അവൻ്റെ കയ്യിൽ പൂത്ത പണമുണ്ട്. അവനൊരു ബിസിനസ് മാഗ്നറ്റാണ്. രാഷ്ട്രീയപരമായ ബന്ധങ്ങളുമുണ്ട്. അവനെക്കൊണ്ട് നിനക്ക് പ്രയോജനമേ ഉണ്ടാകുള്ളൂ. അവനെ നീ പിണക്കുകയോ കൈവിടുകയോ ഒന്നും ചെയ്യരുത് മോളെ. പ്രയോജനങ്ങളുടെ പെരുമഴയായിരിക്കും നിനക്ക്. പിന്നെ വേറെ കാര്യമുണ്ടടി, പോകെ പോകെ നമുക്ക് 3 പേർക്കും കൂടിയുള്ള ചില അവസരങ്ങളും ഉണ്ടാകും. ഒരു ത്രികോണ പ്രേമ കഥ. പൊന്നു പോടാം, എനിക്കതൊക്കെ പേടിയോ? ഒരു പേടിയുമില്ല. നിന്റെ വിശ്വസ്തരായ 2 കാമുകന്മാർ, അതിൻ്റെ നടുക്ക് ദേവീ വിഗ്രഹമായി നീ. ഒരേ സമയം 2 പൂജകൾ കൈക്കൊള്ളാൻ നിനക്ക് പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അറിയില്ല, എനിക്കും അത്ര ആഗ്രഹങ്ങളുണ്ട്. ഡേഞ്ചറസ് ആകുമടാ. ഓ ഒരു പ്രശ്നമില്ല, ഞങ്ങളല്ലേ കൂടെ. ഒരു പ്രശ്നവുമില്ലടി. നീ നിൻ്റെ കിഴങ്ങൻ ഭർത്താവിനെ മറച്ചിങ്ങി പോന്നാൽ മതിയെന്ന്. അതൊക്കെ പറ്റും, പക്ഷേ പകലേ പറ്റുള്ളൂ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അമ്മായിയമ്മയെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വരാൻ എളുപ്പമാണ്. ഒരു പ്രശ്നവുമില്ല. ഭർത്താവ് ഞാൻ പറഞ്ഞത് കേൾക്കും. എങ്കിൽ എൻ്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യ്. തിങ്കളാഴ്ച 11 മണിയാകുമ്പോഴേക്കും വിനുവിൻ്റെ ഫ്ലാറ്റിലേക്ക് അങ്ങ് ചെല്ല്. നിനക്കറിയില്ലേ, അവനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോണോടാ. നീ പോണോടി പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് പ്രയോജനമുണ്ടാകും. നീയാണ് എൻ്റെ സ്വപ്ന പുരുഷൻ. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകാം. അവന് മോശമൊന്നുമല്ല എടി. അവൻ മോശമില്ലെന്നല്ല, അവൻ വളരെ നല്ലതാണ്. നീ ഒരു വട്ടം അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കൂ. അപ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ശരി, നീ ഇത്രയും പറഞ്ഞല്ലേ, നിന്നെ ഞാൻ പിടക്കുന്നില്ല. ഞാൻ പോകാം. എടാ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് സ്ഥലം മാറ്റോ മറ്റോ വാങ്ങിത്തരാൻ പറ്റുമോ? ഒരു പ്രൊമോഷനൊക്കെ കൊടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ വല്ലപ്പോഴുമല്ലേ അങ്ങനെ വീട്ടിൽ വരികയുള്ളൂ. എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന്. അതൊക്കെ പിന്നെ നീ ആലോചിക്കാം. ആദ്യം നീ അവനൊന്ന് വരയിലാക്കടി. ചെല്ല്. അവൻ വിളിക്കുമ്പോൾ തന്നെ നീ ഓടി ചെല്ലേണ്ടതല്ലേ. പോടി മോളെ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ഭാര്യ കുണിഞ്ഞിച്ചിരിക്കുന്ന ചില ഐക്കണൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അവന്. എന്തായാലും കാര്യങ്ങൾ ഇത്രയാണെന്ന് മനസ്സിലായി. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞായറാഴ്ച ആയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണമുണ്ട് 11 മണിക്കാണ് നാളെന്ന്. ഞാൻ ചോദിച്ചു, ഏത് കൂട്ടുകാരി, എവിടെ വെച്ചാണെന്ന്. അവൾ ഒരു കള്ളപ്പേര് പറഞ്ഞ് അവളുടെ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ പേര് പറഞ്ഞു. ഞാൻ ഒന്നും വേണ്ടിയില്ല. കല്യാണക്കുറി ഉണ്ടോ? കല്യാണക്കുറി ഒന്നുമില്ല. അവളെന്നെ വിളിച്ച് പറയുകയായിരുന്നു. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ അവളെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കള്ള ഫോണും ചെയ്തു. എടീ പേരും കള്ളി. ശരി, നിൻ്റെ 11 മണി ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അവൾ പിറ്റേ ദിവസം ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞാൻ വഴിയിൽ അവളെ കാത്തു നിൽക്കുകയായിരുന്നു. അവളെ ഡ്രോപ്പ് ചെയ്യാൻ വിട്ടല്ല, അവളെ പിന്തുടരാൻ ഞാനും പോയി. പറഞ്ഞതുപോലെ ഫ്ലാറ്റിലേക്കാണ് അവൾ കയറിപ്പോയത്. എനിക്ക് പുറകെ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വമ്പൻ സെക്യൂരിറ്റിക്കുള്ള ഫ്ലാറ്റാണ്. അവളുടെ പേര് അവിടെ പറഞ്ഞു കാണും. അതുകൊണ്ടാണ് അവൾ കയറിപ്പോയത്. എനിക്കങ്ങനെ ഈസിയായിട്ട് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ വിളിച്ചു. അവൾ ഫോൺ എടുത്തു. നീ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണ സ്ഥലത്താണെന്നും. ഞാൻ പറഞ്ഞു, ഈ ഫ്ലാറ്റാണോടി കല്യാണ സ്ഥലം? ഫ്ലാറ്റിൻ്റെ മുകൾ നിലയിലാണോടി കല്യാണ മണ്ഡപം എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഫ്ലാറ്റോ? എവിടെ? ഏത് ഫ്ലാറ്റ്? ഞാൻ പറഞ്ഞു, ഇറങ്ങി വരുന്നുണ്ടോ? ഞാൻ എൻ്റെ മുന്നിലുണ്ടെന്ന്. അവൾ ഇറങ്ങി വന്നു. ആ സമയത്ത് റോഡ് വെച്ച് അവളോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു. സ്ക്രീൻഷോട്ടുകളും കാണിച്ചു. അവിടെ വെച്ച് അവൾ പൊട്ടിക്കരഞ്ഞ് എന്നോട് ക്ഷമിക്കണം. കോളേജിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അരവിന്ദായിരുന്നു അവളുടെ സ്വപ്ന കാമുകൻ. പിന്നെ മറ്റു പല പുരുഷന്മാരെയും അവൾക്ക് ഇഷ്ടമായിരുന്നു. എല്ലാം ആണത്തവും സൗന്ദര്യം തികഞ്ഞവർ. അങ്ങനെ ഒരാളെ കിട്ടണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്നെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് എന്നെ മറ്റൊരു കാര്യങ്ങൾക്കും അടുപ്പിക്കാതിരുന്നതും അവൾ എനിക്ക് വേണ്ടി ഒന്നും ഡെഡിക്കേറ്റ് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞു. ഇനിയാണെങ്കിൽ പറ്റില്ല. എനിക്ക് സുന്ദരമല്ലാതെ നിലനിർത്താൻ പറ്റില്ല. അരവിന്ദിനെ ഞാൻ ഇനിയും കാണും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് അവൾ വഴിവെക്കിൽ വെച്ച് ഭ്രാന്തി പോലെ പെരുമാറി. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അവളോട് ഒത്തിരി പറഞ്ഞു, അങ്ങനെ പോകരുത്, ഞാൻ നിൻ്റെ ഭർത്താവാണ്, എന്നെ സ്നേഹിക്കണമെന്ന്. അവൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്ക് 1, 2, 3 പുരുഷന്മാരെങ്കിലും വേണം. അവരുടെ കൂടെ രഹസ്യമായി നൃത്തങ്ങൾക്ക് അനുവദിക്കണം. ഞാൻ പറഞ്ഞത് പറ്റില്ല, നമുക്കൊരു ഫാമിലി കൗൺസിലർ കാണാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, കൗൺസിലർ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഡൈവോഴ്സ് ആകാമെന്ന്. മാഡം, എനിക്കാണെങ്കിൽ അതൊക്കെ പേടിയും നാണക്കേടുമാണ്. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവൾ അത് അനുസരിച്ചില്ല. ഈ 2 പുരുഷന്മാരെങ്കിലും അവൾക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ അവളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട്
അവന്മാരുടെ രണ്ടുപേരുടെയും അടുത്ത് ഞാനായിട്ടിപ്പോൾ മാസത്തിൽ 1, 2, 3 വട്ടമെങ്കിലും കൊണ്ടുവിടാറുണ്ട്. പക്ഷേ കുറച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ശരി, നിങ്ങൾക്കും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാതെ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ട് വരുമ്പോൾ സ്വർണവും പണവുമൊക്കെ അവൾ വാങ്ങിച്ചുകൊണ്ട് വരും. അതെല്ലാം എനിക്ക് തരും. നിങ്ങൾക്കൊരു കുറവ് ഞാൻ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടണം, എന്നെ ഇതിനെ അനുവദിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ പലപ്പോഴും പണം കൊണ്ട് എനിക്ക് സഹായം ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സാലറി ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഇവൾ കൊണ്ടുവരുന്ന പണം എനിക്കൊരു മുതൽക്കൂട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ അവളോടുള്ള വെറുപ്പ് എനിക്കങ്ങ് പോയി മാഡം. ഇവൾ ഒത്തിരി ബുദ്ധിമതിയാണ്. ഇപ്പോൾ അവൾ എനിക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇടയ്ക്ക് ഞാൻ ഓർക്കും, എന്തിനാണ് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? പണം കണ്ട് എൻ്റെ കണ്ണ് മഞ്ചളിച്ച് പോയോന്ന്. അവൾക്ക് ഇനിയും ഒത്തിരി ഒത്തിരി പറക്കണമെന്നുണ്ട്. അവൾ എന്നെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവൾ പറയുമ്പോൾ വല്ലാതെ അങ്ങ് തരളിതനാകും. അവളുടെ എന്ത് കാര്യങ്ങൾക്ക് സമ്മതിക്കും. എനിക്ക് വേറൊരു പെണ്ണ് എന്ന് ഓർക്കാൻ കൂടി പറ്റാത്ത ഒരവസ്ഥയിലായി മാഡം. അവൾ പിന്നീട് എന്നോട് നിർബന്ധിച്ചു, അരവിന്ദിന് ഒത്തിരി ഇഷ്ടമാണ് ഞാനുള്ളപ്പോൾ നർത്തനമാടുന്നെന്നും. ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അരവിന്ദ് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അവൾ നിർബന്ധിച്ചപ്പോൾ ഞാനും പോയി ഒരു കാഴ്ചക്കാരനാകാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് അരവിന്ദ് എന്നോട് സ്നേഹത്തോടുമാണ് പെരുമാറിയത്. അവൻ എന്നെ നയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം ഒരു പാവയെ പോലെയായിരുന്നു. പക്ഷേ പിന്നീട് കാഴ്ചകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പാവമായിരിക്കുന്ന എൻ്റെ ഭാര്യയുടെ യഥാർത്ഥ തനി സ്വരൂപം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അവൾ ഒരു പോരാളിയാണ്. അനുരാഗ കളരിയിലുള്ള അവളുടെ അംഗം കണ്ട് ഞാൻ ഞെട്ടി വിറച്ചുപോയി. കുഴലൂതിപ്പാഞ്ഞ ആ കള്ളിപ്പഹത്തെ കണ്ട് ഞാൻ അന്തം വിടുകയായിരുന്നു. പക്ഷേ അരവിന്ദിനത് കൂടുതൽ കൂടുതൽ ഇഷ്ടമായും തോന്നുന്നു. മാഡം, പോരാൻ നേരത്ത് അവൾക്ക് മാത്രമല്ല എനിക്കും കൈനിറയെ പണം കിട്ടി. പിന്നെ വിനുവും ഇതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് എന്നെ വിളിച്ചു. ഇപ്പോൾ അരവിന്ദും വിനുവും എൻ്റെ ഭാര്യയും ഞാൻ കാഴ്ചക്കാരനുമായുള്ള ചില സ്റ്റേജ് പ്രോഗ്രാമുകളിലേക്കും ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കവിടെ നിന്ന് കിട്ടുന്നത് കണക്കറ്റ കാശുമാണ്. അവരെല്ലാം ക്രേസി ഫീലിങ്സ് ഉള്ള ആളാണ്. എനിക്ക് മനസ്സിലായി. എനിക്കും ഇപ്പോൾ ആ ക്രേസ് ഫീലിംഗ് ഉണ്ട് മാഡം. വ്യത്യസ്തമായ മനസ്സ് ആയിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതിൻ്റെ വരുംവരായകൾ എന്തൊക്കെയാണ്? ചില സമയത്തൊക്കെ ഓർത്ത് എനിക്ക് പേടി തോന്നാറുണ്ട്. എത്ര പാവമായിരുന്നു ഞാൻ. എൻ്റെ സ്വഭാവം ആകെ മാറി മറിഞ്ഞു പോയി. ഒരു നല്ല പുരുഷൻ ഇങ്ങനെയല്ലെന്ന് എനിക്കറിയാം. മാഡം, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? എന്താണ് ചെയ്യേണ്ടത്? പണം കുമിഞ്ഞു കൂടുന്ന ഈ പരിപാടി നിർത്താൻ ഒരു വശത്തിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല മാഡം. എൻ്റെ മനസ്സ് മനസ്സിലാകുന്നുണ്ടോ? പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ വലിയൊരു പുതുമ ഒന്നുമില്ല. കാര്യം നിങ്ങൾ മാനസികമായിട്ട് ഭാര്യയുടെ അടിമയാണ്. അവൾ എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് അനുസരിക്കാനും പറ്റും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൗൺസിലിങ്ങിന് പോകാനോ അവളെ കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. അവളെന്താണോ പറഞ്ഞത് അതനുസരിച്ച് നിങ്ങൾ എന്ത് തോന്നിയാസം വേണമെങ്കിലും ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. അതാണ് നിങ്ങളുടെ ക്യാരക്ടർ. അത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്കാലത്ത് ഇതൊക്കെ വളരെ ട്രെൻഡാണ്. മിക്കവാറും ഭർത്താക്കന്മാരെല്ലാം ഓക്കെ എന്ന് പറയുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. പണം, കൈ നിറയെ പണം കിട്ടിക്കഴിയുമ്പോഴേക്കും ഏത് തെറ്റും തെറ്റല്ലാതാകുമല്ലോ. അപ്പോൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കംഫർട്ടബിളാണ്, ഇത് നിങ്ങളുടെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആർക്കും പ്രശ്നമില്ല. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹികമായുള്ള കാഴ്ചപ്പാടിൽ തെറ്റാണ്. ഇത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമെന്ന് പറയാതെ തന്നെ അറിയുകയും ചെയ്യാം. എപ്പോഴാണ് ഇതൊക്കെ എന്ത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയെന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾക്ക് ട്രെൻഡ് വളരെ കൂടുതലുമാണ്. മനുഷ്യർക്ക് ക്രേസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്തേക്കാൾ കൂടുതൽ വ്യത്യസ്തമായ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു ത്വര ഇപ്പോൾ ഇവിടെയുണ്ട്. അതിന് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രശ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്യാനും നേരിടാനും തയ്യാറാണെങ്കിൽ പ്രശ്നമില്ല. ഇത് ഞങ്ങളുടെ ആരുടെയും തലവേദനയല്ല. പക്ഷേ ഇതെല്ലാം പോവുകയും ചെയ്യും, പണം മേടിക്കുകയും ചെയ്യും, എന്നാലോ പ്രശ്നമാണെന്ന് പറയുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇതിനെന്താണ് ഒരു ക്ലാരിറ്റി എന്നുള്ളത് തനിയെ ചിന്തിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക. നിങ്ങളാണ് പോകേണ്ടത്. നിങ്ങളുടെ ഭാര്യ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. കൺഫ്യൂഷൻ ഇല്ല, ഒന്നുമില്ല. അവരുടെ ജീവിതം അവരെ എൻജോയ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ഭാര്യ വേണോ, ഇത് പിന്തുടരണോ, ക്യാഷ് ഉണ്ടാക്കണോ, അതോ നിർത്തിയിട്ട് നന്നായി ജീവിക്കണോ? ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങളുടെ കയ്യിലാണ്. നമ്മളോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായുള്ള അഭിപ്രായം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇത് പൊതുവായുള്ളൊരു കണ്ണിൽ ഒട്ടും ശരിയായ കാര്യമല്ല. അത് നിർത്തി നല്ലൊരു ദാമ്പത്യത്തിലേക്ക് വന്നുകൂടെ എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. പബ്ലിക്കലി എങ്ങനെ ചോദിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതം പ്രശ്നങ്ങളില്ലാതെ ട്രിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവർക്ക് എന്തുമാകാം. പക്ഷേ അവസാനം കോഞ്ഞാട്ടയാകരുത്, അത്രയേ ഉള്ളൂ.